പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ബാലു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ബാലു നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു. ഈ സമയത്തും ദുരൂഹതകൾ ഒഴിഞ്ഞു മാറുന്നില്ല. പലരും പലരെയും കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ 2 പക്ഷമായിരിക്കുകയാണ്. നമ്മുടെ അർജുൻ കേസ് പോലെ മനാഫിക്കാനെയും അർജുനെയും സപ്പോർട്ട് ചെയ്ത അർജുൻ്റെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തിയ ഒരു ഘട്ടം, അതുപോലൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ വൈഫ്, അതായത് മണ്ണിടിച്ചിൽ ദുരിതത്തിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ വൈഫ് മാധ്യമങ്ങളെ പലതവണ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു, സംസാരിച്ചപ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിയെ ഒരു സംശയത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, പലരും ആ കുട്ടി അവർക്ക് അത്ര ദുഃഖമില്ല, ആ വീട്ടുകാർക്ക് അത്ര ദുഃഖമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രതികൂട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബാലുവിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു, അവരുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ചില ആൾക്കാർ ബാലുവിൻ്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താ? ലക്ഷ്മി 6 വർഷം മൗനം തുടർന്നു എന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ അർജുൻ്റെ വൈഫ് മാധ്യമങ്ങളെ കണ്ടു, അർജുൻ്റെ വീട്ടുകാർ മാധ്യമങ്ങളെ കണ്ടു, കാര്യം പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അവർക്ക് ദുഃഖമില്ല, അവർ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. ലക്ഷ്മി മൗനം തുടർന്നപ്പോൾ ലക്ഷ്മി പാവമാണെന്നും പറയുന്നു. എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ പോവുകയും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീയാണ്. കാരണം അവർക്ക് ഒരപകടത്തിലൂടെ നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവിനെയും മകളെയുമാണ്. ഒരിക്കലും ലക്ഷ്മിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ ബാലുവിൻ്റെ മാതാപിതാക്കൾക്കോ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാലുവിൻ്റെ മാതാപിതാക്കൾക്കും ലക്ഷ്മിക്കും ആ ഒരു അപകടത്തിലൂടെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കരുതി നമ്മൾ ലക്ഷ്മിയെയോ അല്ലെങ്കിൽ ബാലുവിൻ്റെ മാതാപിതാക്കളെയോ കുറ്റപ്പെടുത്താൻ പാടില്ല. നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ചിത എരിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ചിതയിലോട്ട് അദ്ദേഹത്തിൻ്റെ ചിത എരിഞ്ഞ് കഴിയുന്നതിന് മുൻപ് തന്നെ അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു, ദുരൂഹത പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ മരണത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർ നിയമത്തോട് പോരാടുകയാണ്, നവീൻ ബാബുവിൻ്റെ വിധവ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് കരുതി നവീൻ ബാബുവിൻ്റെ ഭാര്യ ദുഃഖം ആണെന്ന് പറഞ്ഞൊന്നും മിണ്ടാതെ ഒരു ഭാഗത്ത് പോയി ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ, ആ ഒരു മാന്യനായ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബാലുവിൻ്റെ മാതാപിതാക്കൾക്കുള്ള തെറ്റിദ്ധാരണകൾ ക്ലിയറാക്കാൻ ലക്ഷ്മിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ലക്ഷ്മി അവരുടെ ഭാഗത്തുള്ള നിരപരാധിത്വം ക്ലിയറാക്കുന്നതോടൊപ്പം ബാലുവിൻ്റെ മാതാപിതാക്കളുടെ തെറ്റിദ്ധാരണകളും ക്ലിയറാക്കാൻ ലക്ഷ്മി ശ്രമിക്കണം. അതിന് അവരാൽ കഴിയുന്നതെല്ലാം അവർ തുടങ്ങുകയോ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയോ ചെയ്യണം. ബാലുവിൻ്റെ മാതാപിതാക്കൾ ദുരൂഹതകൾ മാറാൻ വേണ്ടി അല്ലെങ്കിൽ മരണത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവർ നിയമത്തോട് പൊരുതുമ്പോൾ ലക്ഷ്മി ദുഃഖമാണെന്ന് പറഞ്ഞൊരു ഭാഗത്ത് മാറി നിൽക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ലക്ഷ്മിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞാനത് പറയുന്നത്. കാരണം നമ്മുടെ മുന്നിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഒരു ഉത്തമ ഉദാഹരണമായി നിലനിൽക്കുകയാണ് എന്ന് കരുതി ഞാൻ ലക്ഷ്മിയെ കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും ഒരേപോലത്തെ മാനസികാവസ്ഥ ആയിക്കൊള്ളണം എന്നില്ല. മനോരമയിലെ ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ ഞാനും കണ്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂയോട് ഒട്ടും ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യങ്ങൾ അവതാരകൻ ചോദിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ നിഷ പ്രമോദോ ഹാഷിമോ അരുണോ ഒക്കെ ആയിരുന്നു ആ ഇൻ്റർവ്യൂ നടത്തിയിരുന്നതെങ്കിൽ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടേ, സംശയത്തിൻ്റെ നിഴലിലാണല്ലോ, അപ്പോൾ നിയമമായിട്ട് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ഒരു അവതാരകൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതിന് പകരം അവർക്ക് പറയാനുള്ള എന്തൊക്കെയോ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു തീർത്തു പോയി.
അവരുടെ സെൻറ്റിമെൻറ്റ്സിന് ഒരിക്കലും പരിഹാസത്തോടെയോ കുറ്റത്തോടെയോ ഒന്നും ഞാൻ നോക്കി കാണുന്നില്ല. കാരണം അവരൊരു സ്ത്രീയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. കാരണം ഞാനൊരു ഭാര്യയാണ്. അതുപോലെ നമ്മുടെ ബാലുവിൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. കാരണം ഞാനൊരു ഉമ്മയുമാണ്. ഞാനൊരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. അതുകൊണ്ട് രണ്ട് പേരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നത് കൊണ്ട് എനിക്ക് രണ്ട് കൂട്ടരെയും കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, മാതാപിതാക്കളുടെ സംശയങ്ങൾ ക്ലിയറാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ലക്ഷ്മിക്കുണ്ട്. ലക്ഷ്മിയെ കൊണ്ടേ അത് പറ്റൂ. ഒരുപാട് സംശയങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയറായി സത്യം ഒരു ദിവസം പുറത്തു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.